അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മുഖത്തടിച്ചുകൊണ്ട് ഇതാ ഇറാന് വജ്രായുധങ്ങൾ നൽകാൻ ചൈനയും റഷ്യയും മുന്നോട്ട് വരികയാണ്. അവർ നൽകുന്ന പുതിയ ആയുധങ്ങൾ കൊണ്ട് ഇറാൻ കൂടുതൽ കരുത്താർജിക്കുന്നു. ഇറാനെ തരിപ്പണമാക്കാൻ വേണ്ടി അമേരിക്കയും ഇസ്രായേലും തുടങ്ങിവെച്ച യുദ്ധത്തിലേക്ക് ഇറാന്റെ പക്ഷം ചേർന്ന് ചൈനയും റഷ്യയും കടന്നു വരുമ്പോൾ മറ്റെന്തൊക്കെയായിരിക്കും സംഭവിക്കുക? അമേരിക്കയുടെ നയം മാത്രം ലോകത്ത് നടപ്പിലാക്കിയാൽ മതിയെന്ന് കരുതുന്ന ലോക പോലീസിന് തക്ക മറുപടി നൽകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. എന്നാൽ ആരുടെയും സഹായമില്ലാതെ തന്നെ ഈ യുദ്ധത്തെ മുന്നോട്ട് നയിക്കാൻ ഇറാന് സാധിക്കുമെന്ന് ആ മഹാരാജ്യം ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു. ഇസ്രായേലിന്റെ വാക്കും കേട്ട് അമേരിക്ക യുദ്ധത്തിനിറങ്ങുകയാണെങ്കിൽ ഇറാന് കവചം തീർത്ത് റഷ്യയുടെയും ചൈനയുടെയും പടയാളികൾ അവിടെ ഉണ്ടായിരിക്കും. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ലോകത്ത് മറ്റൊരു മഹായുദ്ധത്തിന് വഴി തെളിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ച് ഒരാഴ്ച പിന്നിട്ടിട്ടും ഇരുവിഭാഗവും അതിശക്തമായ മിസൈൽ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ തന്നെയാണ് ആക്രമണ വീര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഇതിനിടെ അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേൽ പക്ഷത്ത് നിലയുറപ്പിക്കുകയും ചൈനയും റഷ്യയും ഇറാനോടൊപ്പം നിൽക്കുകയും ചെയ്തതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധി രണ്ട് ആഗോള ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായി മാറുമോ എന്ന സംശയങ്ങളിലേക്ക് വഴിവെക്കുകയാണ്. അമേരിക്ക ഒഴികെ മറ്റൊരു ലോകശക്തിയും ഈ സംഘർഷത്തിൽ ഇസ്രായേലിനോടൊപ്പം സൈനികമായി നിൽക്കാൻ വാഗ്ദാനം ചെയ്തിട്ടില്ല. സഖ്യകക്ഷികളാണെങ്കിലും ഇറാനു വേണ്ടി സൈനികമായി ഇടപെടുമെന്ന് ചൈനയും റഷ്യയും സൂചനയും നൽകിയിട്ടില്ല. ഇറാനെതിരായ ഇസ്രായേലിന്റെ ആക്രമണത്തെ ഷിയും പുടിനും അപലപിക്കുകയും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെയും അന്താരാഷ്ട്ര നിയമത്തിന്റെയും ലംഘനമാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനെ പിന്തുണച്ച് ഷിയും പുടിനും കൈകോർത്തിട്ടുണ്ടെങ്കിലും നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങുന്നില്ലെന്ന് തന്നെയാണ് സൂചന. ഇരുവശത്തും പ്രത്യേക സ്വാധീനമുള്ള വൻ ശക്തികൾ സംഘർഷം അവസാനിപ്പിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു രാജ്യവും ഇതിനായി മുന്നിട്ടിറങ്ങിയിട്ടില്ല. എന്നാൽ ഇറാനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിനോടൊപ്പം ചേരരുതെന്ന് റഷ്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ പ്രത്യാഘാതം അമേരിക്കയ്ക്ക് ഉണ്ടാകുമെന്നാണ് റഷ്യയുടെ മുന്നറിയിപ്പ്. വളരെ കാലമായി റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഇറാനുമായി ചേർന്ന് ഒരു പാശ്ചാത്യ വിരുദ്ധ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സ്വാധീനത്തെ ചെറുക്കുന്നതിൽ ഇറാൻ ആ കൂട്ടായ്മയുടെ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കുകയാണ്. മാത്രവുമല്ല, ഉക്രൈനെതിരായ യുദ്ധത്തിൽ ഇറാൻ റഷ്യയെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ ഇറാനൊപ്പം നിൽക്കുക എന്നതാണ് അവരുടെ ധാർമ്മിക ഉത്തരവാദിത്തം. ലോകം ഇന്ന് വലിയൊരു വഴിത്തിരിവിലാണ് എന്ന് പറയാതെ വയ്യ. മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം ഒരു പുതിയ യുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. 2025 ജൂൺ 13 മുതൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങളും ഇറാന്റെ പ്രത്യാക്രമണങ്ങളും ലോക ശ്രദ്ധയെ ആകർഷിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ചൈനയും റഷ്യയും ഇറാനുമായുള്ള തന്ത്രപരമായ ബന്ധം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ആശങ്കയുണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയവും വേണ്ട. എന്നാൽ ഈ ബന്ധം എത്രത്തോളം ഇറാനെ പിന്തുണയ്ക്കുന്നു, ഈ യുദ്ധത്തിൽ ഈ കൂട്ടുകെട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കുക എന്ന കാര്യങ്ങളൊക്കെ തന്നെ ലോകം ചർച്ച ചെയ്തു വരികയാണ്. ചൈനയും റഷ്യയും ഇറാനുമായി ദീർഘകാല സഹകരണം പുലർത്തുന്ന രണ്ട് രാജ്യങ്ങളാണ്. ചൈനയുടെ സാമ്പത്തിക ശക്തിയും റഷ്യയുടെ സൈനിക കരുത്തും ഇറാന്റെ പ്രാദേശിക സ്വാധീനവും ചേർന്ന് പാശ്ചാത്യ ലോകത്തിനെതിരെ ഒരു ആക്സിസ് ഓഫ് അപ്ഹീവൽ എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു ബന്ധം രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അമേരിക്കൻ വിരുദ്ധ ചേരിയായി അമേരിക്കയുടെ ധാർഷ്ട്യത്തിന് ഒട്ടും നിന്നുകൊടുക്കാത്ത ഒരു സഖ്യമായി ഇത് രൂപാന്തരപ്പെട്ടു. ചൈന ഇറാൻ ബന്ധത്തെക്കുറിച്ച് ആദ്യം പറയാം. ചൈന ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ്. 2024 ഇറാൻ 90% എണ്ണയും ചൈനയിലേക്കാണ് കയറ്റുമതി ചെയ്തത്. അതായത് അമേരിക്കയുടെ ഉപരോധങ്ങൾ കൊണ്ട് ഇറാൻ ബുദ്ധിമുട്ടുമ്പോഴാണ് ആശ്വാസമായി ചൈന കടന്നു വന്നത്. അമേരിക്കയുടെ ഒരു തരത്തിലുള്ള ആജ്ഞകൾക്കും വശംവദനാകാത്ത ചൈന പൂർണ്ണമായും ഇറാനുമായി സഹകരിക്കുകയായിരുന്നു. 2021 25 വർഷത്തെ സഹകരണ ഉടമ്പടി, 2023 ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിൽ ഇറാന്റെ അംഗത്വം, 2024 ബ്രിക്സിലെ ചേർക്കൽ എന്നിവ ചൈന ഇറാൻ ബന്ധത്തിന്റെ ആഴം വെളിവാക്കുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഇറാന്റെ സഖ്യകക്ഷിയായ റഷ്യയെക്കുറിച്ച് പറയാം. റഷ്യ 2025 ജനുവരിയിൽ ഇറാനുമായി ഒരു വിപുലമായ തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടി ഒപ്പിട്ടിരുന്നു. ഇറാൻ റഷ്യയ്ക്ക് ഷഹീദ് ഡ്രോണുകൾ നൽകി. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിച്ചു. ഉക്രൈന്റെ മർമ്മത്തടിക്കാനുള്ള എത്രയോ ആയുധങ്ങൾ റഷ്യയ്ക്ക് നൽകാനും പാശ്ചാത്യ ശക്തികൾ റഷ്യയെ ശത്രുപക്ഷത്ത് നിർത്തിയപ്പോഴൊക്കെ ഒപ്പം നിൽക്കാനും ഇറാൻ മനസ്സ് കാണിച്ചു. ഇറാനും റഷ്യയും തമ്മിൽ നിലവിൽ ഒരു സൈനിക സഖ്യം ഇല്ലെങ്കിൽ പോലും ഭാവിയിൽ അതിനുള്ള സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ വന്നാൽ ഇറാന് നേരെ തൊടുക്കുന്ന ആയുധങ്ങൾക്കുള്ള മറുപടി നൽകാൻ പുടിന്റെ പടയാളികൾക്ക് നേരിട്ട് തന്നെ വരേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പെസഷ്കിയാനും പുടിനും തമ്മിൽ നടത്തി തുടങ്ങിയിട്ടുമുണ്ട്.
ചൈനയും റഷ്യയും ഇറാനെ ഒരു പ്രധാന തന്ത്രപരമായ പങ്കാളിയായിട്ട് തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ആധിപത്യത്തിനെതിരെ പ്രതികരിക്കുന്ന ഒരു ശക്തി എന്ന നിലയിൽ ഇറാൻ ഇരു രാജ്യങ്ങൾക്കും പ്രിയങ്കരൻ തന്നെയാണ്. എന്നാൽ ഇവർ തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും ഏകോപിതമല്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഓരോ രാജ്യത്തിനും അവരുടെ താല്പര്യങ്ങളുണ്ട്. അത് തന്നെയാണ് ഓരോ രാജ്യത്തിനും വലുത്. അതായത് അമേരിക്ക ഏത് വിഷയത്തിൽ ഇടപെടുമ്പോഴും അമേരിക്കയുടെ രാജ്യതന്ത്രം അതിലുണ്ടാകുമല്ലോ. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഇറാനൊപ്പം നിൽക്കുക എന്ന തീരുമാനം റഷ്യയും അതുപോലെ ചൈനയും സ്വീകരിക്കുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ഒന്നിച്ചു നേരിടാൻ ഒരുങ്ങുന്നത് അമേരിക്ക എന്ന വൻ ശക്തിയാണ് എന്ന് തന്നെയാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തോടുള്ള ഇരു രാജ്യങ്ങളുടെ പ്രതികരണത്തിൽ ഈ കാര്യം നിഴലിച്ചു നിന്നിട്ടുണ്ട്. 2025 ജൂൺ 13 ഇസ്രായേൽ ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം ആരംഭിച്ചപ്പോൾ ചൈനയും റഷ്യയും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇസ്രായേലിന്റെ ആക്രമണത്തെ പരമാധികാര ലംഘനം എന്നാണ് വിമർശിച്ചത്. അദ്ദേഹം എല്ലാ കക്ഷികളോടും ഡി എക്സലേഷനും സമാധാന ചർച്ചകൾക്കും ആഹ്വാനം ചെയ്തു. ചൈന ഇറാന്റെ പരമാധികാരത്തെ പിന്തുണയ്ക്കുന്നുവെന്നും ഫോർമുസ് കടലിടുക്കിലൂടെ എണ്ണ വിതരണം തടസ്സപ്പെടുന്നത് തടയാൻ ശ്രമിക്കുമെന്നും വ്യക്തമാക്കി. ചൈന 1600-ലധികം പൗരന്മാരെ ഇറാനിൽ നിന്നും ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇത് അവരുടെ ജാഗ്രതയാണ് കാണിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ ന്യായീകരിക്കാനാകാത്തതും അപകടകരവുമായ പ്രവർത്തനങ്ങളായിട്ടാണ് വിശേഷിപ്പിച്ചത്. റഷ്യ ഇറാന്റെ ആണവ സൈനിക സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ ഒഴിവാക്കണം എന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ഇവിടെ റഷ്യ സൈനിക സഹായം നൽകിയിട്ടില്ല. കാരണം ഉക്രൈനിലെ യുദ്ധത്തിലും മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് തന്നെ നേരിട്ട് ഇടപെടാൻ റഷ്യ ഇപ്പോൾ തയ്യാറാകുമെന്ന് കരുതുന്നില്ല. എന്നാൽ അമേരിക്ക കാലെടുത്ത് കുത്തിയാൽ ആയുധവുമായി റഷ്യൻ പടയാളികൾ യുദ്ധത്തിൽ സജീവമാകുമെന്ന് തന്നെയാണ് പുടിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചൈനയും റഷ്യയും ഇറാനെ ഡിപ്ലോമാറ്റിക്, സാമ്പത്തിക, സാങ്കേതിക സഹായങ്ങളിലൂടെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങളാണ്. എന്നാൽ നേരിട്ടുള്ള സൈനിക ഇടപെടൽ ഒഴിവാക്കുന്നുവെങ്കിലും എല്ലാവിധ പിന്തുണയും സഹായവും അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇറാന്റെ എണ്ണ വാങ്ങുന്നതിലൂടെ അവർ വലിയ സാമ്പത്തിക ജീവൻ തന്നെ നൽകുന്നുണ്ട്. 2023 ഇറാൻ സൗദി ഒത്തുതീർപ്പിൽ ചൈന മധ്യസ്ഥത വഹിച്ചു. ഇത് അവരുടെ ഡിപ്ലോമാറ്റിക് സ്വാധീനം വെളിപ്പെടുത്തുന്നതാണ്. എന്നാൽ ചൈന ഇസ്രായേലുമായുള്ള സാമ്പത്തിക ബന്ധവും നിലനിർത്തുന്നുണ്ട്. ഇത് അവരെ നിഷ്പക്ഷ മധ്യസ്ഥനാകാൻ അനുവദിക്കുന്നില്ല. എങ്കിലും അമേരിക്ക ഇസ്രായേൽ ബന്ധത്തിന് ബദലായി പ്രവർത്തിക്കുന്ന ബന്ധം തന്നെയാണ് ഇറാൻ, ചൈന, റഷ്യ എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇറാന്റെ ഷഹീദ് ഡ്രോണുകൾ റഷ്യ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ S-300 എയർ ഡിഫൻസ് സിസ്റ്റം പോലുള്ള ആധുനിക ആയുധങ്ങൾ നൽകുന്നതിൽ റഷ്യ മടി കാണിക്കുന്നു. ചൈനയും റഷ്യയും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ നേരിട്ട് സൈനികമായി ഇടപെടുന്നില്ല. അവർ പ്രധാനമായും ഡിപ്ലോമാറ്റിക് പ്രസ്താവനകൾ, UN-ലെ വോട്ടുകൾ, സാമ്പത്തിക പിന്തുണ എന്നിവയിലൂടെ ഇറാനെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ബന്ധം അമേരിക്കയും ഇസ്രായേലെയും ഭയപ്പെടുത്തുന്നത് എന്നുകൂടി പറയാം. ചൈന, റഷ്യ, ഇറാൻ ബന്ധം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ആശങ്കകൾ ഉണ്ടാക്കുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ചൈനയുടെ എണ്ണ വാങ്ങൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ്. അമേരിക്കൻ സമ്മർദ്ദങ്ങളെ ചെറുക്കാൻ ഇറാനെ പ്രാപ്തമാക്കിയതും ഇതുതന്നെ. ചൈനയും റഷ്യയും UN-ൽ ഇറാനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങളാണ്. ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ അപലപിക്കുകയും ചെയ്യുന്നു. ഇത് അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുണ്ട്. റഷ്യയുടെ S-300 സിസ്റ്റം, ചൈനയുടെ J-10 യുദ്ധവിമാനങ്ങൾ എന്നിവ ഇറാന് നൽകാൻ സാധ്യതയുണ്ടെന്ന വാർത്തകളും ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാനുള്ള ഇറാന്റെ ഭീഷണി ചൈനയെ ആശ്രയിക്കുന്ന ആഗോള എണ്ണ വിപണിയെ തടസ്സപ്പെടുത്തും. ഇത് അമേരിക്കയുടെ സാമ്പത്തിക താൽപര്യങ്ങളെയും ബാധിച്ചു തുടങ്ങും. എന്തുകൊണ്ടാണ് നേരിട്ടുള്ള സൈനിക ഇടപെടൽ ഇവർ നടത്താത്തത്? ചൈനയും റഷ്യയും സൈനിക ഇടപെടൽ ഇപ്പോൾ ഒഴിവാക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. സ്വന്തം താല്പര്യങ്ങളാണ് അതിലാദ്യമായിട്ടുള്ളത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രാഷ്ട്രമാണ്. ചൈന സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നുണ്ട്. റഷ്യയ്ക്കും ചൈനയ്ക്കും ഇസ്രായേലുമായി സാമ്പത്തിക, ഡിപ്ലോമാറ്റിക് ബന്ധങ്ങളുമുണ്ട്. ഇത് അവർ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം രൂക്ഷമാകുന്ന ഘട്ടത്തിൽ ആയുധമെടുക്കാൻ അവർ മടി കാണിക്കില്ല എന്നതാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോഴും അവരുടെ യുദ്ധം ഇസ്രായേലിനോടായിരിക്കില്ല. എല്ലാത്തിനും കാരണഭൂതനായ അമേരിക്കയോട് തന്നെയായിരിക്കും അവർ യുദ്ധം ചെയ്യാനുള്ള സാധ്യതയേറെ. ഞാൻ ഇത്രത്തോളം പറഞ്ഞതെല്ലാം രാഷ്ട്രീയം തന്നെയാണ്. ഈ രാഷ്ട്രീയ കളികൾക്കിടയിൽ മനുഷ്യ ജീവിതത്തിന്റെ വിലയാണ് നഷ്ടപ്പെടുന്നത്. ടെല്ലവീവിലെ തകർന്ന കെട്ടിടങ്ങളും തെഹ്റാനിലെ ഭയപ്പെട്ട ജനങ്ങളും ഈ യുദ്ധത്തിന്റെ യഥാർത്ഥ മുഖമാണ്. ചൈനയും റഷ്യയും ഇറാനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും അവർ നേരിട്ടുള്ള യുദ്ധത്തിൽ ഇടപെടാത്തത് ഒരു ആശ്വാസം തന്നെ. എന്നാൽ ഈ ഡിപ്ലോമാറ്റിക്, സാമ്പത്തിക പിന്തുണ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ ഭീഷണിയും സൃഷ്ടിക്കുന്നു. കാരണം അത് ഇറാന്റെ പ്രതിരോധ ശേഷിയാണ് വർദ്ധിപ്പിക്കുന്നത്. ഇറാൻ കൂടുതൽ ശക്തനാകുന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരിക്കലും ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.